ഗൈസ് U2C മീഡിയയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. യെസ് U2C മീഡിയയുടെ ബിഗ് ബോസ് ടോക്ക് ആണ്. യെസ്, എന്താണ് സബ്ജക്റ്റ് എന്നുള്ളത് നമുക്ക് കുറച്ച് കഴിഞ്ഞിട്ട് പറയാം. അതിനു മുൻപ് ഒരു വ്യത്യസ്തമായ സബ്സ്ക്രൈബേഴ്സിനെ ആവശ്യപ്പെടുന്ന ഒരു ചടങ്ങിലേക്ക് അടക്കാം. ഓക്കെ. എങ്ങനെ വ്യത്യസ്തമായിട്ട് എങ്ങനെ പറയും? വ്യത്യസ്തമായിട്ട് നീ എങ്ങനെ പറഞ്ഞാലും വ്യത്യസ്തമായിരിക്കുമല്ലോ. നീ ചോദിച്ചോ. ഓക്കെ, ഞാൻ ചോദിക്കാം. വ്യത്യസ്തമാണോ നിങ്ങൾ പറയണേ, അതുപോലെ നീ പറയണം. ഓക്കെ, നിങ്ങൾക്ക് കമൻറ്റിൽ പറയാം, ഇവന് നേരിട്ട് പറയും. എല്ലാവരും ഇത് കണ്ടിട്ട് പോകുന്നുണ്ട്. പല ആൾക്കാരും കണ്ടിട്ട് ആ വഴിക്ക് പോകും. പക്ഷെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾ ഞങ്ങളുടെ കുടുംബത്തിൽ പെടുന്നില്ല. അങ്ങനെ പ്രശ്നമുണ്ട്. വ്യത്യസ്തമായി. പക്ഷെ എനിക്ക് പറയാനുള്ള മറുപടി ഞാനും പറഞ്ഞുതരാം. ഒരു കുടുംബം, ആ കുടുംബത്തില് ചോറില്ല, വെള്ളമില്ല, അരിയില്ല, ഫുഡ്, ഒരു സാധനമില്ല, ഇതൊന്നും ഇല്ലാണ്ട് ആ കുടുംബത്തില് ആൾക്കാർ നിൽക്കും. അവര് ഇതൊക്കെ കിട്ടുന്ന സ്ഥലം കാണുമ്പോ അങ്ങോട്ട് പോകും. സ്വാഭാവികമാണ്. അത് കുടുംബം എന്നല്ല, ആരാണെങ്കിലും അങ്ങനെ. തിന്നാനും കുടിക്കാനും എല്ലാം കിട്ടി ആ വഴിക്ക് പോകും. അതായത് നീ ഉദ്ദേശിച്ചത് ഒരു വർഷമായിട്ട്, അതായത് 417 ദിവസമായിട്ട് ഒരു വീഡിയോ ഇടാതെ ഏതോ വഴിക്ക് പോയ നിങ്ങളെ എന്തിനു സബ്സ്ക്രൈബ് ചെയ്ത് നിങ്ങളുടെ കൂടെ കുടുംബത്തിൽ കയറണമെന്നല്ലേ? തീർച്ചയായിട്ടും. അതിന് നമ്മൾ മാപ്പ് പറഞ്ഞല്ലോ. ഇത്രയും ദിവസം, അതായത് നമ്മുടെ കൂടെ ഒരാൾ നിൽക്കുമ്പോ, അല്ലെങ്കിൽ നമ്മുടെ കൂടെ കുറച്ച് പേര് നിൽക്കുമ്പോ നമ്മൾ അവരെ ഇങ്ങനെ സന്തോഷിപ്പിച്ച് നമ്മൾ ഇനി ആവർത്തിച്ച് വീഡിയോ ചെയ്യും. അതുകൊണ്ട് സന്തോഷം കിട്ടും. തീർച്ചയായും ഞങ്ങൾ തുടർച്ചയായി വീഡിയോ ഇടും. നീയൊക്കെ തുടർച്ചയായി വീഡിയോ ഇട്ടാൽ ഞങ്ങൾക്കത് സന്തോഷമാണ് ഇതായിരിക്കും അവര് ചോദിക്കുന്നത്. അത്രയും പോരാ? ഒരു ഓർമ്മല്ല, നല്ല വൃത്തിയാണ്, അത് മാത്രമേ ഉള്ളൂ. എന്തായാലും നിങ്ങൾക്ക് സന്തോഷം കിട്ടുന്നുണ്ടെങ്കിൽ നമ്മുടെ കുടുംബത്തിൽ കയറണമെന്നുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം. അയ്യോ, ഇത് വെറൈറ്റി ആയില്ലേ? ഓക്കെ, അപ്പൊ ബിഗ് ബോസ് സീസൺ 7 കുറിച്ച് സംസാരിക്കാം. 7 വരാൻ പോവുകയാണ്. ഒരുപാട് ആൾക്കാർ ഓരോന്ന് അയച്ചു തന്നിട്ട് ഓരോന്ന് ചോദിക്കുന്നുണ്ട്. ഇപ്പൊ മസ്താനി എങ്ങോട്ടോ പോകുന്നുണ്ട്. മസ്താനി ഏതൊരു ആങ്കറാണ്, ആളെങ്ങോട്ടോ പോകുന്നുണ്ട്. ബിഗ് ബോസിലേക്കാണോ എന്നാണ് ഇനി പറയാൻ പറ്റൂല കേട്ടോ. അതിന് ഓഗസ്റ്റ് തുടങ്ങുന്നതിന് ഇപ്പോഴേ എന്തിനാ കെട്ടി പോകുന്നത്? ജൂൺ പകുതിയായി, ജൂലൈയില് ലാസ്റ്റിലേക്ക് തുടങ്ങുന്ന പല ആൾക്കാരും പറയുന്നുണ്ട്. എടാ, പോകുന്നതിന്റെ തലേ ദിവസം അവര് പോകുള്ളൂ. അതൊന്നും പറയാൻ പറ്റൂല. അല്ലെങ്കിൽ 2 ദിവസം മുമ്പ്, അല്ലെങ്കിൽ ഫസ്റ്റ് ദിവസം മുന്നേ പോയാലോ? അല്ല, ഫസ്റ്റ് ദിവസത്തിന് വേണ്ടിയിട്ട് എന്തെങ്കിലും പ്രാക്ടീസ് ഒക്കെ ചെയ്യാനുണ്ടെങ്കിൽ ഒരു 4 ദിവസം മുമ്പെങ്കിലും പോകും. ഇതെന്തിനാണ് 2 മാസം മുമ്പേ പോകുന്നത്? ഇനി നേരത്തെ തുടങ്ങുന്നുണ്ടോ? അങ്ങനെയാണെങ്കിൽ അതായത് ഇപ്പോൾ ടൈറ്റിലാണ് അനൗൺസ് ചെയ്തത്. അതായത് ടൈറ്റിൽ ഡിസൈൻ, അതിൻ്റെ ലോഗോ. അതിനുശേഷം ലാലേട്ടൻ്റെ ഒരുപാട് പ്രൊമോസ് വരാനുണ്ട്. അതൊക്കെ ഒരാഴ്ച മതിയെന്നേ. അതൊക്കെ അതിൻ്റെ സമയമുണ്ട്. സമയം എടുക്കാതെ അതിനു മുമ്പേ, അതോ ഇനി ആളാണോ പറയാൻ പറ്റൂല. മറ്റേ ഇന്റീരിയർ ഡിസൈൻ ചെയ്യുന്നത് അല്ലെങ്കിൽ തന്നെ ഇപ്പൊ ആളതിനകത്തുണ്ടെന്നുള്ള ഒരു ഉറപ്പുമില്ല. ചിലപ്പോ എന്ന് എല്ലാരും വിചാരിക്കുന്നു മാത്രം. ഇനിയും കുറെ പേര് ഇങ്ങനെ ബാഗ് എടുത്ത് പോവുകയാണെങ്കിൽ ഉറപ്പിച്ചോ തുടങ്ങാനായി. അത് അത്രേ ഉള്ളൂ, അതൊന്നും പറയാൻ പറ്റില്ല. പണ്ടും ഇതേപോലെ പലരും ബാഗ് എടുത്ത് പോയിട്ടുണ്ട്. പിന്നെ കണ്ടിട്ടുള്ളതിനുള്ളിൽ കമന്റ് ബോക്സ് മൊത്തം അങ്ങനെ വരുള്ളൂ. ഓക്കെ, എന്തായാലും നമ്മൾ വന്ന കാര്യത്തിലേക്ക് കടക്കാം. ഇന്നലെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അതിന് താഴെ കമൻറ്റുകൾ രേഖപ്പെടുത്താൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്തെങ്കിലും സംശയങ്ങളോ അല്ലെങ്കിൽ എന്തെങ്കിലും നമ്മളിൽ നിന്ന് അറിയണം എന്നുള്ള എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമൻ്റായിട്ട് ചോദിച്ചാൽ ഞങ്ങൾ വീഡിയോ ആയിട്ട് ചെയ്യാമെന്നുള്ളത്. നിങ്ങൾക്ക് സംശയമൊന്നും ഉണ്ടാവില്ല, ഞങ്ങൾക്ക് വല്ലതും അറിയോ എന്നുള്ള സംശയം നിങ്ങൾക്ക് ഉണ്ടാവില്ല. അതിനു വേണ്ടിയിട്ടുള്ള ചോദ്യങ്ങളാണെങ്കിൽ ഇഷ്ടം പോലെ വരും, ഒരുപാട്. ഇന്നും അത് ആവർത്തിക്കാം. അതായത് ഈ വീഡിയോൻ്റെ താഴെ നിങ്ങൾക്ക് ഒരുപാട് ചോദ്യങ്ങൾ ചോദിക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ ഒരു കമൻ്റ് എടുത്തിട്ടുണ്ട്. കഴിഞ്ഞ വീഡിയോൻ്റെ താഴെ വന്ന ഒരു കമൻറ്റ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, സീസൺ 6 വളരെ മോശം എന്നുള്ള രീതിയിൽ തന്നെ നമ്മൾ ഇന്നലത്തെ ആ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിന് വന്ന ഒരു ചോദ്യമാണ്. സുഹേലാണ് ഈ ചോദ്യം ചോദിച്ചിരിക്കുന്നത്. സീസൺ 6 അത്രത്തോളം മോശമായി തോന്നാൻ കാരണം എന്താണ്? മെയിൻ കാരണം എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ സുഹേലിനോട് മറുപടി പറഞ്ഞാലും ഫിലിപ്പ്? തീർച്ചയായിട്ടും. എനിക്കിപ്പോ സീസൺ 6 കുറിച്ച് ചോദിക്കുമ്പോൾ തന്നെ എനിക്ക് ആദ്യം പറയാനുള്ള ഒറ്റ ഉത്തരം ഉണ്ടാവും. അതാണ് എന്റെ ഇതിൽ കേട്ടോ. കണ്ടസ്റ്റൻസ് വളരെ മോശം. അതായത് ഇത്രയ്ക്കും മോശം. കളിക്കണമെന്നുമില്ല, ഗ്രൂപ്പ് കൂടിയിരിക്കുക, അവരുടേതായ പരിപാടികളിലൂടെ നടന്നു പോവുക, അങ്ങനത്തെ ഒരു ഷോ. പക്ഷേ
അങ്ങനത്തെ കണ്ടസ്റ്റൻസ് വന്നത് തന്നെ സീസൺ 6-ലാണ്. അതായത് ബിഗ് ബോസ് മത്സരമാണ് എന്നുള്ളത് പോലും മറന്ന ഒരു ടീം മറന്നുപോയി. അത് ശരിക്കും ബിഗ് ബോസിന്റെ കഴിവുകേടല്ലേ? അതെ, ബിഗ് ബോസിന്റെ കഴിവുകേടാണ്. അതിനനുസരിച്ച് എടാ ഇനിയിപ്പോ ബിഗ് ബോസിന് കഴിവില്ലെന്ന് തന്നെ വിചാരിച്ചോ, ചെല്ലുന്ന ആൾക്കാർക്കുണ്ടാവല്ലോ ഞങ്ങള് ബിഗ് ബോസിൽ വന്നാണെന്നുള്ളൊരു ധാരണ, അതുവരെ വിട്ടു പോകണമെന്നുണ്ടെങ്കിൽ ആലോചിച്ചു. അതിനെന്തെങ്കിലും അത് നമുക്ക് സ്വന്തമായിട്ട് എന്തെങ്കിലും ഉണ്ടാക്കാൻ പറ്റണം, നമുക്ക് കൊടുക്കാലോ, കൊടുക്കാൻ പറ്റും. അതുപോലും ഇല്ല എന്ന് പറഞ്ഞുള്ള അവസ്ഥ ആലോചിച്ചു. പിന്നെ എന്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ തൊട്ടതിനും പിടിച്ചതിനും ഇടിക്കുക, പല സംഭവങ്ങളും നമ്മൾ കഴിഞ്ഞ സീസണിൽ കണ്ടതാ. അടിച്ച് പല്ല് താഴെ എന്നിട്ട് അപ്പുറത്ത് പോയി നിന്നിട്ട് 1.5 ദിവസം ഇരുന്ന് കരയുക. എന്താണ് സ്കൂളിൽ നഴ്സറി പോലും ഉണ്ടാവില്ല ഇങ്ങനത്തെ പ്രശ്നങ്ങൾ. അല്ലേ, ഇതിൻ്റെ ഞങ്ങളുടെ രീതിയിൽ വേറെ രീതിയിൽ പറയാം. അതായത് ഞങ്ങൾ ഓരോ ബിഗ് ബോസ് തുടങ്ങുമ്പോഴും സീസണിൻ്റെ മുൻപ് ഒരു 2-3 മാസം മുമ്പ് ഞങ്ങൾക്ക് വൈബ് വരും. എന്നിട്ട് ഞങ്ങൾ തന്നെ തീരുമാനിക്കും തുടർച്ചയായിട്ട് മണിക്കൂർ ഇടവിട്ട് ഓരോ വീഡിയോ ഇടണം, അപ്ഡേറ്റ് ഇടണം. അങ്ങനെ തന്നെയാണ് തീരുമാനം. അപ്പോൾ അങ്ങനെ ഇരുന്നിട്ട് സീസൺ തുടങ്ങുന്നു. സീസൺ 6 ഞങ്ങൾ പാതിയിൽ വെച്ചിട്ട് ഇട്ടിട്ട് പോയി. സുഖം കൊണ്ടേ ത്രില്ലോണ്ടേ എന്തൊരു രസമാണെന്നറിയോ. മറ്റത് ലൈവ് ഒക്കെ കണ്ടിരിക്കാനുള്ള ഒരു വൈബ് വേറെ ആയിരുന്നു. ഇത് ലൈവ് തുറന്നു വെച്ച എന്റെ പൊന്നെ അതിലും നല്ലത് വല്ല മറ്റേ. സത്യമായിട്ട് പറയട്ടെ, ബിഗ് ബോസ് സീസൺ 6 ആണ് എന്നെ ഒരു കാര്യം പഠിപ്പിച്ചത്. നിനക്ക് നന്നായിട്ട് ഉറങ്ങാൻ പറ്റുമെന്ന് എന്നെ പഠിപ്പിച്ചു തന്ന സീസണാണ് അത്. സത്യമായിട്ട് ഇത് തുറന്നു വെച്ച് കഴിഞ്ഞാൽ നന്നായിട്ട് ഉറങ്ങും. അത്ര മോശമായിരുന്നു. പിന്നെ ബിഗ് ബോസ് അറിയിക്കാൻ പറ്റില്ല, അത്രയ്ക്കും ബോറായിരുന്നു. പിന്നെ ബിഗ് ബോസിന് തന്നെ ഒരു പ്രത്യേക പ്ലാൻ ഉണ്ടായിരുന്നില്ല. ഇവർ കൊണ്ടുവന്ന, അതായത് പുതിയതായിട്ട് കൊണ്ടുവന്ന ഒരു കാര്യമായിരുന്നു പവർ റൂം. വളരെ വീക്കായിരുന്നു, അബദ്ധമായിരുന്നു അത്. എന്ത് ചെയ്യണം എന്നുള്ള അവർക്ക് തന്നെ അറിഞ്ഞൂടാ. ഒരു പവർ റൂം കൊടുത്തിട്ടുണ്ട്. അതിനുള്ള പവർ എന്ത്, അത് ഏത് രീതിയിൽ വിനിയോഗിക്കണം എന്നുള്ളതൊന്നും ബിഗ് ബോസിനും അറിയില്ല, അതിലെ കണ്ടസ്റ്റൻസുകളും അറിയില്ല. അങ്ങനെ തന്നെ അത് ടോട്ടലി പരാജയമായി. അതിനുശേഷം അത് അവർ തന്നെ എടുത്തു കളഞ്ഞു. ഇനി അതൊന്നും വേണ്ട, നിങ്ങൾ സാധാ വഴി കളിച്ചോ ലാസ്റ്റ്. പരാജയം ഇത് പറയുമ്പോ തന്നെ അതിലെ ഓരോ സീനുകളൊക്കെ തലയിലൊക്കെ ഓടി വരുന്നു. ഇനി നിങ്ങൾ ചിന്തിച്ചു നോക്കുക. അതായത് ഈ വളരെ മികച്ച മൊമെന്റ്സുകൾ ഉണ്ടാവും ഓരോ സീസണിൽ. ഇപ്പൊ പറഞ്ഞ പോലെ നമ്മൾ ഓരോ സീസണിൽ വളരെ മികച്ചത് ഇങ്ങനെ എടുത്തു പറയാനുണ്ടാവും. പക്ഷേ ഈ സീസൺ 6 അങ്ങനെ പറയത്തക്ക ഒരു നല്ല മൊമെന്റ്സ് എന്തെങ്കിലും ഉണ്ടോ? നല്ല മൊമെന്റ്സ് ആണ് എന്ത്, ഇടിച്ച് പല്ലിച്ചു. ഇതൊക്കെയാണ് സീസൺ 6 നല്ല മൊമെന്റ്സ്. അതെ, ഇതൊക്കെയാണ് മൊമെന്റ്സ്. ഒന്ന് ആലോചിച്ച് നോക്കണം. പിന്നെ അപ്പുറത്ത് ഒരാൾ കുളിക്കൂല എന്ന് പറഞ്ഞ് നടക്കുന്ന കണ്ടന്റ് ഉണ്ടാക്കുന്നത് വേറെ മൊമെന്റ്സ്. ഇപ്പുറത്ത് അയാളെ തലേ നിറച്ച് പേന എന്ന് പറഞ്ഞ് നടക്കുന്ന മറ്റൊരു കണ്ടന്റ്. ഇതൊക്കെയാണ് ബിഗ് ബോസിൽ പോയിട്ട് ഓരോ കണ്ടന്റാ. ഒരാള് അതായത് വളി വിടുന്നു, ഈ മൈക്ക് വെച്ചിട്ട് ഓണാക്കി വെച്ച് കൊടുത്തിട്ട് ഒരാൾക്ക് മറുപടി കൊടുക്കും. ഒരാളുടെ കണ്ടന്റ് ആണ് അത്. ഇതൊക്കെയായിരുന്നു നിലവാരം ബിഗ് ബോസ് സീസൺ 6. നല്ല അന്തസ്സുള്ള സീസൺ ആയിരുന്നു സത്യമായിട്ടും, പറയാതിരിക്കാൻ പറ്റില്ല. അതായത് ബിഗ് ബോസ് നടത്തുന്നവർക്കും ഒരു ധാരണ ഉണ്ടായിരുന്നില്ല. ബിഗ് ബോസ് സീസണിലെ അത്രയും സീസൺ 6 ആ മത്സരാർത്ഥികൾക്കും ഒരു ധാരണ ഉണ്ടായിരുന്നു. ചെയ്യണമെന്ന് പോലും അറിയില്ലായിരുന്നു. കണ്ടിരിക്കുന്ന ഞങ്ങൾക്കും അതാ പറ്റിയ ഒരു ധാരണയില്ല. ഇത് എന്തെന്നായി സംഭവം. ലാസ്റ്റ് ഞങ്ങളൊരു ധാരണയിലെത്തി, ഇതൊന്നും ഇവിടെ നിർത്താം, പരിപാടി കാണാൻ നിർത്താം, അതാണ് എന്നാണ് ഞങ്ങൾ അന്ന് തീരുമാനിച്ചത്. സീസൺ 5 വളരെ മോശം തന്നെയായിരുന്നു. അതെ, പക്ഷെ ഇത്രത്തോളം ഉണ്ടായിരുന്നില്ല. ഏറ്റവും മോശം സീസൺ 6 തന്നെയാണ്. ഓരോ കണ്ടസ്റ്റൻസുകളും കോമഡി പീസുകളായിട്ടാണ് ഇറങ്ങിയത്. വിന്നർ എവിടെയെന്ന് ചിന്തിച്ചാൽ മതി. വിന്നറിനുള്ള നിലപാട് ഇപ്പം എന്താണ്? വിന്നറിനോടുള്ള നമുക്ക് തോന്നുന്ന കാര്യം എന്താ? ഇത്രയും അബദ്ധമായിട്ടുള്ളൊരു വിന്നർ ഉണ്ടോ? സത്യം എന്താണെങ്കിലും ഇതൊക്കെ തന്നെയാണ് സീസൺ 6 പ്രശ്നം. അടുത്ത സീസൺ എങ്കിലും ഇതുപോലൊന്നും ആവാതിരിക്കട്ടെ എന്ന് കരുതുന്നു. ഇനി ബിഗ് ബോസ് സീസൺ 6 വ്യൂവേഴ്സ് അവരും മോശം തന്നെയായിരുന്നു. അതായത് ശരിയായ രീതിയിലുള്ള മത്സരാർത്ഥികളെ തിരിച്ചറിയാതെ ഏതൊക്കെ വഴിയിലായിരുന്നു. അതിന് PR ടീമിൻ്റെ കുറച്ച് ഇൻഫ്ലുവൻസിൽ അതിൻ്റെ വഴിക്ക് പോയി ലോക അബദ്ധം ചെയ്ത കുറേ ടീം. ഇതിനകത്ത് വേറൊരു കാര്യം കൂടെ ഉണ്ട്. ഇത് സീസൺ 6 ടീമിന് തന്നെ ഒന്നും, അതായത് ഇവര് ഞാൻ പറഞ്ഞില്ല ആദ്യം പറഞ്ഞ കുറെ കണ്ടന്റ് കൊടുക്കുന്ന ആൾക്കാരുണ്ട്, ഇവരില് മാത്രം ഫോക്കസ് ചെയ്തിരുന്നു. മറ്റുള്ള അതിലും നല്ല കണ്ടസ്റ്റൻസ് അതിനകത്ത് ഉണ്ടായിരുന്നു. ഇപ്പൊ നമ്മൾ പറഞ്ഞ ശ്രീതു, അർജുനൊക്കെ നല്ല അടിപൊളി കണ്ടസ്റ്റന്റ് ആയിരുന്നു എന്നാണ് നമുക്ക് തോന്നില്ല. അതായത് സീസൺ 6 ബെസ്റ്റ്. അതായത് അതിലെ
ആവറേജ് എന്നുള്ള രീതിയിൽ പറയാനുള്ളത്. അവരെ ഒന്നും ശ്രദ്ധിക്കാനുള്ള ടൈം പോലും മറ്റുള്ളവർ കൊടുത്തിട്ടില്ല. പക്ഷെ ഇവര് ഈ ബിഗ് ബോസ് മെറ്റീരിയലൊന്നും അല്ല കേട്ടോ. അതായത് കുറച്ച് സ്റ്റാൻഡേർഡുള്ള ടീമായിരുന്നു. പിന്നെ ഞങ്ങൾക്ക് പേഴ്സണലി ഭയങ്കര ഇഷ്ടമാണ് അവരോട്. അത് നിലവാരം എന്ന് പറഞ്ഞ സാധനം മത്സരം വെച്ചിട്ടല്ല, അല്ലാതെ പുറത്ത് ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമുള്ള രണ്ടാൾക്കാരാണ്, ശ്രീതും അർജുനും. അതല്ലാതെ നമ്മൾ ബിഗ് ബോസിൻ്റെ ഉള്ളിലെ കണ്ടസ്റ്റൻസ് എന്നുള്ള രീതിയിൽ ഒരു ആവറേജ് അത്ര വരാനുള്ളൂ. അതിന് എത്രയേ താഴെ മറ്റുള്ളവർ. ജിൻഡൊക്കെ ഏറ്റവും അത് ഫസ്റ്റ് പോകേണ്ട ആളായിരുന്നു ശരിക്കും. ജിൻഡൊക്കെ അത്രയും നിലവാരത്തകർച്ചുള്ള ഒരാളാണ്. ഞങ്ങള് പിന്നെ അതുപോലെ തന്നെ സീക്രട്ട് ഒക്കെ കയറിയപ്പോ നമ്മളിങ്ങനെ തീ കത്തുന്ന കരുതിയതാ. അവിടെ പോയിട്ടുണ്ട് കണ്ണാപ്പി കളി. സ്വന്തം വൈഫ് വരെ വിളിക്കേണ്ട അവസ്ഥ വന്നു കണ്ണാപ്പിന്ന്. അജാതി കളിയായിരുന്നു അതിനുള്ളില്. അത് എന്ത് ചെയ്യണമെന്ന് അറിയാതെ കഥാപാത്രങ്ങള് ആരുടെ കൂടെ നിക്കണം, അല്ലെ ആർക്ക് വേണ്ടി. അങ്ങനെ കൂടെ നിക്കാനല്ലല്ലോ നിങ്ങൾ പോണം. നിങ്ങൾ നിങ്ങളുടെ കളി കളിക്കുക എന്നുള്ളതാണ്. അതിന്റെ കൂടെ മറ്റ് ബന്ധങ്ങളൊക്കെ ആവാം. പക്ഷെ അപ്പോഴും നമ്മൾ നമ്മളിലേക്ക് നോക്കിയിട്ട് ഒരാളെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി മാത്രമായിട്ട് അതിനകത്ത് കയറി അങ്ങനെ ഉണ്ടാവും. അത് ആ രീതിയിലാക്കി, അതായത് ഇവര് ടീമാക്കി മാറ്റിയിട്ട് ഈ പവർ റൂമിലേക്ക് കയറാൻ ഒരു ഇത്ര ടീം എന്നുള്ള രീതിയിലാക്കി. പിന്നെ ഒന്ന് എക്സ്പോസ് ചെയ്യാനുള്ള കഴിവുകളൊന്നും ആർക്കും ഉണ്ടായിരുന്നില്ല. എന്തൊക്കെ കാട്ടിക്കൂട്ടില്ല. അതൊക്കെ ഒന്ന് മാറ്റിയാൽ അടുത്ത സീസൺ ഗംഭീരമാകാൻ ചാൻസ് ഉണ്ട്. എന്താണെങ്കിലും അടുത്ത സീസണിലാണ് നമ്മുടെ പ്രതീക്ഷ. നോക്കാം. വെറുതെ ഇരുത്തരുത് ആരെയും, അത്രേ ഉള്ളൂ. വെറുതെ അവരിങ്ങനെ സൊറ പറഞ്ഞിരിക്കുന്നതിന് അതുപോലും ഉണ്ടായിട്ടില്ല. അത് വേറെ കാര്യം. ഒന്നും ചെയ്യാൻ ശരിക്കും ആർക്കും ഉണ്ടായിരുന്നില്ല. അതിന് പോലും വിടരുത്. ഇടക്കിടക്ക് മണിക്കൂറിടവിട്ട് ഓരോ ടാസ്കുകൾ ചെറുതായിട്ടും ചില ചോദ്യങ്ങളായിട്ടും നമ്മൾ വീട്ടിലൊക്കെ ഇരുന്ന് സാധാരണ പോലെ നിങ്ങൾ ഈ കള്ളനും പോലീസും കളിയൊക്കെ കൊടുത്തോ? പേപ്പറിൽ എഴുതിയിട്ട് നിങ്ങൾ എഴുതി കൊടുക്ക്, ബിഗ് ബോസ് കൊടുക്ക്. അവർക്ക് എഴുതാനല്ലേ പറ്റാത്തുള്ളൂ. അതിൻ്റെ ഉള്ളിൽ പേപ്പറും പെന്നും നിങ്ങൾ എഴുതാൻ കൊടുക്ക്, എന്നിട്ട് കളിപ്പിക്ക്. അതന്നെ രസമായിരിക്കുമല്ലോ. എന്തൊക്കെ കളികളുണ്ട്. ഇത് സീസൺ ഫസ്റ്റ് മുതൽ തുടങ്ങിയ കളി തന്നെ ക്ലേന്ന് മറ്റത് പറക്കുക. ഇതൊക്കെ തന്നെ ഈ 6 സീസണിലും. ഈ കള്ളന് പോലീസ് എന്നൊക്കെ പറഞ്ഞാൽ ചെറിയ സംഭവമാണല്ലോ. അല്ല, ഇത്രയും വലിയൊരു ഷോയിൽ അതൊക്കെ എന്നൊക്കെ ചിന്തിച്ചു കഴിഞ്ഞാൽ അത് വലുതാക്കി കൊടുക്കാൻ പറ്റണം. അത് എങ്ങനെ അവർ യൂസ് ചെയ്യിപ്പിക്കണം എന്നുള്ളത് ഒരു ഡയറക്ടറിന്റെ ബ്രില്യൻസ് ആണ്. പിന്നെ അതൊന്നും അത്ര മോശമൊന്നുമല്ല. ഒരു വീട്ടിലിരുന്ന് ഇപ്പോഴും വലിയവരും ചെറിയവരും എല്ലാവരും ഇരുന്ന് കളിക്കുന്ന ഗെയിം തന്നെ. അതെല്ലാവർക്കും മനസ്സിലാവും. അപ്പൊ അങ്ങനത്തെ ഒരുപാട് ഗെയിമുകൾ അതൊക്കെ കളിപ്പിക്കുക. എന്നിട്ട് അതിൽ നിന്ന് നിങ്ങൾക്ക് എന്താ ചില കാര്യങ്ങൾ അവർക്ക് ഇന്ന സംഭവങ്ങൾ കൊടുക്കുക, അങ്ങനെയൊക്കെ ചെയ്യുക. ഒന്നുമില്ലേ നല്ല എയർപാസ് കളിക്കുന്നു. അല്ല, അതിന് നടക്കാറുണ്ട്. അത് ഇടയ്ക്കുണ്ട്. അത് അങ്ങനത്തെ ഐറ്റംസ് അതെനിക്ക് തോന്നുന്നു 4 ഭയങ്കരമായിട്ട് വന്ന സാധനമാണ്. അല്ല, എല്ലാ സീസണിലും ഉണ്ടാവുന്ന കാര്യം തന്നെയാണ്. പക്ഷെ അത് മറ്റേ ഒട്ടിക്കലൊക്കെ ആയിരിക്കും. സ്റ്റിക്കർ എറിയിടാന്നറിയില്ലേ, റോക്കറ്റ് ഗബ്രിനെ ഒറ്റേറ്. അത് ഇപ്രാവശ്യമായിരുന്നല്ലോ അല്ലേ? അത് 6-ലായിരുന്നു. അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇപ്പോഴും ഉണ്ട്. പക്ഷെ ഒരു ഗെയിം കൊടുക്കുമ്പോൾ ധാരണ വേണം. ആർക്ക്? ആദ്യം കൊടുക്കുന്നവർക്ക്, പിന്നെ അത് കളിക്കുന്നവർക്ക്. അതിനാദ്യം ബിഗ് ബോസ് നന്നാവണം. എന്തായാലും ഇപ്രാവശ്യം നന്നാവും എന്ന് തന്നെയാണ് വിചാരിക്കുന്നത്. കാത്തിരിക്കാം. എന്തായാലും പോവാണ്. അടുത്ത ചോദ്യമായിട്ട് ഞങ്ങൾ വരാം. അതെ.